ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സത്യം മാത്രമായിരിക്കും. MLS P എന്താണ് MLS P? ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, MLS P ഈസ് നോട്ട് എ ഈസി ജോബ്. വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരല്ലോ, കാരണങ്ങളും ഉണ്ട്. അത് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പറയുന്നത് MLS P ഇറ്റ്സ് എ ഈസി ജോബ് നോക്കുകയാണെങ്കിൽ അല്ല. നമ്മൾ നഴ്സസ് ഹോസ്പിറ്റലിൽ എങ്ങനെ കഷ്ടപ്പെടുന്നോ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഫീൽഡിൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഈക്വലായിട്ട് രണ്ടിനും ഒരേപോലത്തെ ഹാർഡ് വർക്ക് ഉണ്ട്. ഇത് രണ്ടും എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് വ്യത്യാസം വരുന്നത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മെഡിക്കൽ ICUവിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ICUവിലെ ഡ്യൂട്ടി എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഹോസ്പിറ്റലിൽ ഓൾറെഡി പേഷ്യൻസ് ഉണ്ട്, നമുക്ക് അവരെ അസൈൻ ചെയ്ത് തരുമ്പോൾ നോക്കിയാൽ മാത്രം മതി. മറ്റൊരാൾക്ക് നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ആ പേഷ്യൻറ്റിനെ നോക്കേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം പുതിയൊരു സ്റ്റാഫായിരിക്കും അതിനെ നോക്കുന്നത്. ICUവിലാണെങ്കിൽ മാത്രം കേട്ടോ. വാർഡുകളിലാണെങ്കിൽ റിപ്പീറ്റ് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ബട്ട് നമ്മൾ ഈ ഒരു MLS P പോസ്റ്റിലേക്ക് വരും, നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പേഷ്യൻസിനെ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് കുറച്ച് ഡ്യൂട്ടിയിലൂടെയാണ്. നമുക്ക് അതിന് പല പല വഴികൾ തന്നിട്ടുണ്ട്. NCD എന്ന് പറയുന്നത് ഒരു വഴിയാണ്, പ്രയോറിറ്റി ഹോം വിസിറ്റ് എന്ന് പറയുന്നത് ഒരു വഴിയാണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിനും 2 വഴികളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷേ ഇതാണ് ഈ ഡ്യൂട്ടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോസ് MLS P യെക്കുറിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇടുന്നത്. ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അത് ഷോർട്ടായിട്ട് ഇടുന്ന വീഡിയോയിലും ഞാൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും.